2026 ഏപ്രിൽ മാസം മുതൽ കേന്ദ്ര സർക്കാരിന്റെ പുതിയൊരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സബ്സിഡിയുമായി ബന്ധപ്പെട്ടാണ്. ഗ്യാസ് സിലിണ്ടറുകൾക്ക് 300 രൂപ സബ്സിഡി ലഭിക്കുന്ന സ്കീം നിലവിലുണ്ടായിരുന്ന പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഗാർഹിക ഗ്യാസ് കണക്ഷൻ നിലവിൽ ആ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്ക് 9 സിലിണ്ടറുകൾക്ക് വരെ വീണ്ടും സബ്സിഡി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലുള്ളവരൊക്കെയാണെങ്കിൽ അവർക്ക് 45 ദിവസം കൂടുമ്പോഴായിരിക്കും ബുക്കിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നത്. എന്നാൽ ഇപ്പോൾ നഗരപ്രദേശങ്ങളിലാണെങ്കിൽ 25 ദിവസം കൂടുമ്പോഴായിരിക്കും അവർക്ക് ആ ഒരു ബുക്കിംഗ് ഇടവേള വരുന്നത്. അതായത് ഈ ബുക്കിംഗ് ഇടവേളയിൽ മാറ്റം വരുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും. ഏപ്രിൽ മാസം മുതലായിരിക്കും ഗ്യാസ് സിലിണ്ടറിന്റെ വില കൂട്ടാനായിട്ട് പോകുന്നത്. അതിന്റെ മെയിൻ കാരണം ഈ ഒരു ഗ്യാസിന്റെ ക്ഷാമം കൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലുള്ള വില വർധനവും കാര്യങ്ങളുമൊക്കെ വരാനായിട്ട് പോകുന്നത്. 922 രൂപയ്ക്കാണ് ഗ്യാസ് സിലിണ്ടർ ലഭിക്കുക. ഇതുമാത്രമല്ല, ട്രാൻസ്പോർട്ട് ചാർജ് ഇനത്തിൽ 50 രൂപ എക്സ്ട്രാ ചിലവാകുന്നുണ്ട്. ഇനി തുക വർധനവിന്റെ കാര്യത്തിലാണെങ്കിൽ 1000 രൂപയ്ക്കടുത്തേക്ക് ഇന്ധനവില എത്തിയേക്കാം. ഇനി ഇത് മാത്രമല്ല, സമയക്രമീകരണത്തിനും മാറ്റം വരാൻ സാധ്യതയുണ്ട്. ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് ഏറ്റവും എളുപ്പത്തിൽ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുക എന്ന രീതിയിൽ നമ്മുടെ വാട്സപ്പുകളിലേക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഫയലുകൾ, അത് ഇന്ത്യൻ ആയിക്കോട്ടെ, ഭാരത് ആയിക്കോട്ടെ, HB ആയിക്കോട്ടെ, അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് വിവരങ്ങൾ കൊടുക്കുന്നതോട് കൂടെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും തട്ടിപ്പുകാർ പണം കൈക്കലാക്കുവാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യാതിരിക്കുക. ഇനി നിശ്ചിത ദിവസം കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിതരണ ഏജൻസിയെ കാര്യങ്ങൾ അറിയിക്കുക. അവർ പറയുന്ന നടപടിക്രമങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പ്രദേശത്ത് PNG ഗ്യാസ് കണക്ഷൻ പോകുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ കണക്ഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം PNG കണക്ഷൻ പോകുന്ന ഏരിയയിൽ നിലവിൽ ഗ്യാസ് സിലിണ്ടർ ഒക്കെ നിർത്തിവെക്കാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഗ്യാസ് സിലിണ്ടർ ആ പ്രദേശത്തേക്ക് ഇഷ്യൂ ചെയ്യുന്നതല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് PNG ഗ്യാസ് കണക്ഷൻ എത്രയും വേഗം എടുക്കാനായിട്ട് പറയുന്നത്. ഇനി ഇലക്ട്രോണിക് KYC ഒക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കൂടെ പൂർത്തിയാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ധനക്ഷാമം കൂടുതൽ ഗൗരവമായിട്ട് മാറിക്കഴിഞ്ഞാൽ നിയമങ്ങൾ കൂടുതൽ കർശനമാകും. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ധനം ലഭിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നതിന് ഈ KYC ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിലവിൽ ഗ്യാസ് കണക്ഷന്റെ ഉടമ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്ത് നിലവിൽ ഓണർഷിപ്പ് എടുക്കുന്ന ആള് കൃത്യമായിട്ട് ഈ KYC ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.